എല്ലാവർക്കും അഭിമാനം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അടുത്തൊരു ട്രിപ്പിലാണ്. ഇപ്പോൾ UK പീക്ക് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. ഓൺ ദ വേ ആണ്. അപ്പോൾ കിഡിലൻ കാഴ്ചകളുണ്ട് ഇവിടുത്തെ. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വലക്കപ്പാറയൊക്കെ പോണ പോലെ ഒരു ഫീലാണ് നമുക്ക്. ഇപ്പോൾ ക്ലൈമറ്റ് നല്ലതായതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് സൈക്ലിസ്റ്റും ബൈക്കേഴ്സും എല്ലാം ഉണ്ട്. അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ പീക്ക് ഡിസ്ട്രിക്റ്റിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു കേവ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആ കേവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഒരൊറ്റ ദിവസം കൊണ്ടൊന്നും കണ്ടുതരില്ല. അപ്പോൾ എപ്പോഴും പോലെ നമ്മൾ ഉള്ള സ്ഥലം വെസ്റ്റ് യോർക്ക്ഷയറാണ്. അപ്പോൾ വെസ്റ്റ് യോർക്ക്ഷയറിൽ നിന്ന് 1.5 മണിക്കൂർ ഡ്രൈവാണ് ഉള്ളത്. ഷെഫീൽഡിൻ്റെ ഒക്കെ അടുത്താണ് ഈ ഒരു സ്ഥലം. അപ്പോൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ബൈക്കേഴ്സ് നമുക്കിവിടെ കാണുന്നുണ്ട്. പിന്നെ പോണ വഴിക്ക് ഒരു മനോഹരമായിട്ടൊരു സ്ഥലം കണ്ടപ്പോൾ ഭയങ്കര സൗണ്ട് ബൈക്കിൻ്റെ പോണ വഴിക്ക് ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ നിർത്തിയാണ്. അപ്പോൾ നമ്മൾ വെസ്റ്റ് യോർക്ക്ഷയറിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറാണ് ഈ പീക്ക് ഡിസ്ട്രിക്റ്റിലേക്കുള്ളത്. അപ്പോൾ ഓൺ ദ വേ ആണ്. ഇപ്പം ഏകദേശം 1 മണിക്കൂർ നമ്മൾ ഡ്രൈവ് ചെയ്തു. അപ്പോൾ സൗത്ത് യോർക്ക്ഷയറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നേരെ കാണുന്നത് സ്ട്രൈൻസ് റിസർവോയർ എന്ന് പറഞ്ഞിട്ട് ഒരു വാട്ടർ സ്റ്റോറേജ് ആണ്. അപ്പോൾ ഈ ഏരിയ ഒക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. നമുക്ക് നടക്കാൻ ഇവിടെ ഒരു വഴിയുണ്ട്. അപ്പോൾ നേരെ നടന്നുകൊണ്ടിരിക്കുക ആ സ്ഥലത്തേക്ക്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഇങ്ങനെ ചെമ്മരിയാടുകളുണ്ട്. അപ്പോൾ അതിന് പുല്ലിട്ട് കൊടുക്കുന്ന സ്ഥലമൊക്കെ നോക്കിയേ. കുറച്ച് നടക്കാനായിട്ട് അത്യാവശ്യം നല്ല കുത്തനെയാണ് ഇറക്കം. ഇനി ഇതൊക്കെ തിരിച്ചു കയറേണ്ട കാര്യം ആലോചിക്കുമ്പോഴാണ് കിടിലൻ സ്ഥലം കേട്ടോ. ഈ ഒരു കാണുന്നതെന്ന് പറഞ്ഞാൽ എയർബിഎൻബിയുടെ ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് റൂമൊക്കെ ഇവിടെ ബുക്ക് ചെയ്യാൻ പറ്റും. നോക്കിയേ, ഈ റിസർവോയറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ ഒരു എയർബിഎൻബി ഉള്ളത്. എന്താ വ്യൂ നോക്കിയല്ലേ ഇവിടുത്തെ. അപ്പോൾ നമുക്ക് ഇത്രയും പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്ട്രൈൻസ് റിസർവോയർ. നമുക്ക് നോക്കാം. സ്ട്രൈൻസ് റിസർവോയർ. അപ്പം നമ്മളിപ്പോൾ സൗത്ത് യോർക്ക്ഷയറിൻ്റെ ഭാഗമുണ്ട്. അപ്പോൾ ഇവിടെ സ്വിമ്മിംഗ് ഒന്നും പാടില്ല, നല്ല തണുത്ത വെള്ളം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ റിസർവോയർ. ഇപ്പോൾ പീക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് പോണ വഴിയിലാണ് അപ്പോൾ നമ്മൾ നിർത്തിയിട്ടുള്ളത്. കിടിലനൊരു സ്ഥലം സ്ട്രൈൻസ് റിസർവോയർ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പ്. ഇതാണ് ആ ഒരു എയർബിഎൻബി. നമ്മൾ പണ്ട് കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ടെറൈനും അങ്ങനത്തെ ഒരു ബിൽഡിങ്ങൊക്കെ അല്ലേ. ഈ ബാളിൽ കണ്ട എയർബിഎൻബിയിലുള്ള പയ്യൻ്റെ നായനിട്ടാ അടിപൊളി. ഇതാണ് ആ പയ്യൻ. അവൻ്റെയാണ് ഈ എയർബിഎൻബി. എന്താ നോക്കിയല്ലേ, അടിപൊളി. അപ്പം ഞാനിത് ചെക്ക് ചെയ്തിട്ടാ. ഇത് ചെക്ക് ചെയ്തപ്പം 6 പേർക്കാണ്. 6 പേർക്ക് 123 പൗണ്ടാണ് ഇവിടെ താമസിക്കാനായിട്ട്. അപ്പോൾ ആ പയ്യനാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. കിഡിലൊരു സ്ഥലം കേട്ടോ, വന്ന് നിൽക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഈ കാണുന്ന 2 എയർബിഎൻബി റൂമുണ്ട് കേട്ടോ ഇവിടെ. ഒരു രക്ഷയില്ലാത്ത സ്ഥലം. എന്തായാലും നമുക്ക് തിരിച്ചു പോകാം. ഞങ്ങൾ ചെക്ക് ചെയ്തു റൂം ഉണ്ടോ നോക്കാനായിട്ട്, പക്ഷേ റൂമൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകണം. അങ്ങനെ ആ സ്ട്രെയിൻസ് റിസർവോയറിൻ്റെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് കയറിക്കൊണ്ടിരിക്കുക. ഇതൊരു ടാസ്ക്കാണ്, അത്യാവശ്യം കയറാറുണ്ട്. ഇവിടെ എന്തോ ഒരു സംഭവം കാണണ്ടല്ലോ, പക്ഷെ ഇവിടെ അടച്ചിട്ടേക്കണല്ലേ, ഞങ്ങോട്ട് കയറായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് നടന്ന് ഇവിടെ എത്തിയപ്പോൾ നോക്കിയേ, ആട് ഇടിക്കാനുള്ളൊരു സംഭവത്തിനുണ്ട് നിൽക്കണം. ചിലപ്പോൾ ഇടിക്കട്ടോ ആള്. അപ്പോൾ നോക്കിയേ, ചെറഞ്ഞ് നിൽക്കട്ടെ. നോക്കട്ടെ, മതി മതി പോവാ. അപ്പോൾ നമ്മൾ നടന്ന റോഡെത്തി, വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ നമ്മളിങ്ങനെ വീണ്ടും ആ ഒരു സ്ട്രൈൻസ് റിസർവോയർ ഒന്ന് പോയിക്കൊണ്ടിരിക്കട്ടെ. ഒരു രക്ഷയില്ലാത്ത ഡ്രൈവർ. അപ്പോൾ ഒരുപാട് ബൈക്കേഴ്സൊക്കെ പോകുന്നുണ്ട്, ക്ലൈമറ്റ് നല്ലതായിരുന്നു കൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ അടുത്തൊരു കേവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു 1/2 മണിക്കൂർ ഡ്രൈവ് കൂടി ഉണ്ട്. ഒരു വിശാലമായിട്ടുള്ള ഡ്രൈവ് ഉണ്ട്. നമ്മൾ റിലാക്സിങ് ഡ്രൈവ്, ഒരു നഷ്ടം ഉണ്ടാവില്ല. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പോരാം. എവിടെ നോക്കിയാലും വ്യൂ ആണ്. അപ്പോൾ വണ്ടി ഇവിടെ നിർത്തി ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടപ്പം നമ്മൾ പോണ വഴിയാണ് കേട്ടോ. ഇനിയുണ്ട് നമുക്കൊരു 20 മിനിറ്റ് ഡ്രൈവ്. അപ്പോൾ ഇവിടെ ഇതിനടുത്തൊരു പബ്ബും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പീക്ക് ഡിസ്ട്രിക്റ്റ്. പോണ വഴിക്ക് വണ്ടിയൊക്കെ നിർത്തി കൊണ്ടുപോയി സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടുണ്ട് പോയത്. നമ്മളതിൽ കുക്ക് ചെയ്യാനുള്ള എക്യുപ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കുക്ക് ചെയ്യാനുള്ള ഒരുപാട് സൗകര്യമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇട്ട ഡെസ്റ്റിനേഷൻ എത്തി. ഇപ്പം വീക്കെൻഡ് ആയതിനെ കൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ക്ലൈമറ്റ് അടിപൊളിയല്ലേ. ഒരുപാട് കാരവാൻസ് കണ്ടു. മാത്രമല്ല നമ്മളെ പോലത്തെ വണ്ടിയിൽ അവർ ബെഡൊക്കെ ഇട്ട് ഒരു ക്യാമ്പിംഗ് സെറ്റപ്പ് ആയിട്ട് അങ്ങനെ ഒരുപാട് പേര് അവിടെ കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇട്ട ഡെസ്റ്റിനേഷൻ എത്തിയിട്ടാണ് ട്രക്ക് ക്ലിഫ് ക്യാബൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പം ഒരുപാട് പേര് ഇവിടെ ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ടെൻറ്റൊക്കെ അടിച്ച് നമുക്ക് നിൽക്കാൻ പറ്റും. ഇവിടെ 2 ഗുഹയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്.
ക്ലൈമറ്റ് നല്ലോണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഒരുപാട് കാരവാൻസൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെൻ്റ് ഉള്ളവർക്കൊക്കെ ഇവിടെ വന്ന് ടെൻ്റ് അടിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ട്രക്ക് ക്ലിഫ് കാവൻ ഞാൻ എഴുതി കാണിക്കാം, അവിടെയാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനടുത്ത് കുറേ സ്ഥലങ്ങളുണ്ട് വരുന്ന വഴിക്ക്. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് അതൊക്കെ കണ്ട് പോവാം. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടാണ്. പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് ഏകദേശം 250 മീറ്റർ നടക്കാറുണ്ട്. ഇതാണ് ട്രക്ക് ക്ലിഫ് കാവൻ. അപ്പോൾ അത്യാവശ്യം നമുക്ക് കയറാനുണ്ട്. അത്യാവശ്യമല്ല, നല്ലോണം നമുക്ക് ഇങ്ങനെ മുകളിലേക്ക് കയറാനുണ്ട്. അപ്പം എന്തായാലും നമുക്ക് മുകളിൽ കയറിയിട്ട് വരാം, എന്താണെന്ന് നോക്കാം. ഇതൊക്കെ കണ്ടില്ലേ കാർ പാർക്കാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് വരെ നമുക്ക് കാറ് വരും. ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ ക്യാമ്പിംഗ് സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലോണം കയറാനുണ്ട് കേട്ടോ. കയറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും അവിടെ ടിക്കറ്റും കാര്യങ്ങളൊന്നും കണ്ടില്ല. അത്യാവശ്യം കുറേ കയറാനുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൈവരിയൊന്നുമില്ല. കൈ തെറ്റി അങ്ങോട്ട് വഴി അങ്ങ് വീണ് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകും. ഏകദേശം കയറി തറയുണ്ട് കേട്ടോ. അടി തെറ്റി വീണ് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. കൈവരിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ നടന്ന് ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ അവിടേക്ക്. ഓക്കെ, നമ്മളതിൻ്റെ ഒരു റിസപ്ഷനിൽ എത്തിയേക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല, നോക്കണം. പിന്നെ ഇവിടെ ലോകത്തിൽ ഇതേപോലത്തെ 2 കേവ് ഉള്ളൂ എന്നാണ് പറയുന്നത്. ഒരു പ്രത്യേക എന്തോ സ്റ്റോണും കാര്യങ്ങളൊക്കെ ഫുള്ള് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കാം. എനിക്ക് തോന്നുന്നു ഇനിയും മുകളിൽ കയറുന്നുള്ളൂ കേട്ടോ അവിടേക്ക്. എന്തായാലും ഉള്ളിലേക്ക് കയറിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഏറ്റവും താഴ്ന്നുണ്ട് അങ്ങോട്ട് കയറി വന്ന അത്യാവശ്യം നല്ല കയറാനുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു റിസപ്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലൂ ജോൺ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ആ ഒരു സ്റ്റോണാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെ എൻട്രൻസ് ഫീസ് ഉണ്ട് ഇവിടേക്ക്. സെൽഫ് ഗൈഡഡ് ടൂറാണ്. നമുക്കിവിടെ ഒരാൾ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്യണം. മാത്രമല്ല ഇവിടേക്ക് വരുന്നതിന് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വരണം എന്നാണ് പറഞ്ഞത്, തിരക്കുള്ള സമയത്തൊക്കെ. പിന്നെ കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. 16 പൗണ്ടാണ് ഇതിൽ എൻട്രൻസ് ഫീസ്. പക്ഷേ കിട്ടില്ല സ്ഥലമുണ്ടോ, വർത്താണ് വന്നാൽ. ഈ കേവിൻ്റെ ഉള്ളിൽ നിന്ന് മൈൻ ചെയ്തെടുക്കുന്നതാണ് ബ്ലൂ ജോൺ സ്റ്റോൺ. പണ്ടത്തെ കാലത്ത് ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ കുറഞ്ഞു വന്നു. എന്നിരുന്നാലും ഇതുകൊണ്ട് ഉണ്ടാക്കിയ കുറേ ഓർണമെൻറ്റ്സ് അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് റിസപ്ഷനിൽ. അപ്പോൾ നമുക്കൊരു മാപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഫുള്ള് കേവ് നമ്മൾ ഉള്ളിലേക്ക് പോണത്. അപ്പോൾ ഈസ്റ്റർ ആയതിനെ കൊണ്ട് തന്നെ ഈസ്റ്റർ എഗ്സ് സ്പോട്ട് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഗെയിം പോലെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രഷായി നമുക്ക് നേരെ പോവാം ഉള്ളിലേക്ക്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നേക്കണം കേട്ടോ. അപ്പോൾ കേവിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പുറത്തേക്കാണ് നല്ല തണുപ്പാണ്. പുറത്ത് ഏകദേശം 20 ഡിഗ്രി ഒക്കെ ആണെങ്കിൽ ഉള്ളിൽ നല്ല തണുപ്പാണ് കേട്ടോ. അപ്പം ജാക്കറ്റൊക്കെ ഇട്ട് വരാം, ഭാഗ്യത്തിന് കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര നേരമാണ്. ക്ലസ്ട്രോഫോബിയ ഉള്ള ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇതാണ് കേവിൻ്റെ ഉൾവശം. തലയിടിക്കട്ടോ, ഹൈറ്റ് നോക്കിയിട്ടൊക്കെ പോകണം, കുനിഞ്ഞൊക്കെ പോകണം. അപ്പോൾ തലയിടിച്ച് ചെറുതായിട്ട് ഒക്കെ നല്ല തണുപ്പുണ്ട് ഉള്ളിൽ. കുനിഞ്ഞ് കിടക്കണം. ഞാനിത് നേരത്തെ പറഞ്ഞ ക്ലസ്ട്രോഫോബിയ ഉള്ള ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ വരാനായിട്ട്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഈസ്റ്റർ എഗ് സ്പോട്ട് ചെയ്തത്. ഇപ്പം നടന്നുകൊണ്ടിരിക്കട്ടോ. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ശരിക്കും ഇത് ഗുഹ തന്നെയാണ് തോന്നുന്നത്. കുനിഞ്ഞു കിടങ്ങട്ടോ. അയ്യോ, കഴുത്തൊക്കെ വേന എടുക്കുന്നുണ്ട്. ഭയങ്കര നേരമാണ്. താങ്ക് യു. വെള്ളമൊക്കെ ഇറ്റിട്ട് വീണുണ്ട് കേബിൻ്റെ മുകളിൽ നിന്ന്. കുറച്ച് സ്ലിപ്പറിങ്ങനെ നോക്കി നടക്കണം. നമ്മൾ പണ്ട് ജോർജിയയിൽ പ്രോമത്തിയസ് കേവ് പോയ പോലെ അതിൽ പക്ഷേ ഗൈഡ് ഉണ്ടായിരുന്നു. ഗൈഡഡ് ടൂറാണ് ഇത്. നമ്മൾ തന്നെ സെൽഫ് ഗൈഡഡ് ടൂറാണ്. സ്ലിപ്പറിന് കേട്ടോ, വെള്ളമൊക്കെ ഇറ്റിട്ട് വീണിട്ട്.
ഈ ഒരു ടണൽ 1745 പണിതാണെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് അടുത്ത ഈ സ്റ്റെപ്പ് കൂടി ഉണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പൊക്കെ പിന്നെ മോഡേൺ ആയപ്പോൾ ഉണ്ടാക്കിയതായിരിക്കും. ഇവിടെ എഴുതിയുണ്ടല്ലോ സ്റ്റോപ്പ് ഹിയർ ഫോർ ഫോസിൽ കേവ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഫോസിലൊക്കെ ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കറക്റ്റ് കാണാം കേട്ടോ. ഓക്കെ, പണ്ടത്തെ ഓരോ ജീവികളുടെ അവശിഷ്ടങ്ങളൊക്കെ നോക്കി ഇങ്ങനെയാണ് ഫോസിൽ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ നിന്നിട്ടപ്പോൾ കയറി വന്നത്. അപ്പോൾ കുറച്ച് കയറിയിട്ടുള്ളൂ. അപ്പം മതിയായ ആൾക്കാർക്ക് വേണമെങ്കിൽ ഇതിലേ പോയി എക്സിറ്റ് അടിക്കാം. നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോകണം, ഫുള്ള് കറങ്ങിയിട്ട് വരാം. എന്തായാലും എങ്ങനെയാണ് ഈ ബ്ലൂ ജോൺ ഫോം ആവണമെന്നും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു മൈനിങ് ഏരിയയും കൂടിയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ കുറേ എന്താണ് പറയുക, കുറേ ഓർണമെൻറ്റ്സ് ഉണ്ടാക്കി അവിടെ വെച്ചത് റിസപ്ഷനിലൊക്കെ വെച്ചിട്ടുണ്ട് മേടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ നേരെ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു. ഇവിടുന്ന് നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങണിട്ട്. ഇപ്പോൾ ചില ഏരിയയാണ് വിച്ചസ് കേവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കേവിൻ്റെ ഒരു പാട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മൈനിങ്ങിൻ്റെ കാലത്ത്, അത് 1750s പണിതാണല്ലോ, അത് തുടങ്ങിയാണല്ലോ മൈനിങ് ഒക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് വയ്ക്കുമായിരുന്നു. ലൈറ്റ് വെച്ചപ്പോൾ ആൾക്കാരെ ഷാഡോ മുകളിലടിക്കുന്നത് ഒരു വിച്ചിൻ്റെ രൂപത്തിലായിരുന്നു അത്രേ. അതുകൊണ്ടാണ് ഇതിനെ വിച്ചസ് കേവ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ അലാദിൻസ് കേവ് എന്നാണ് പറയുന്നത് ഇപ്പം നമ്മളുള്ള സ്ഥലം. 1926 ഇത് കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത്. ഈ അലാദിൻസ് കേവ് കണ്ടുപിടിച്ചവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ 1926 ബർട്ട് ഐഡ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ ഈ കാണുന്ന റോപ്പ് വഴി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ താഴെ കണ്ടല്ലോ സ്ലിപ്പ് ആവാണ്ടിരിക്കാൻ ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെന്താ 7 ഡ്വാർഫ്സ് ഓരോ ഫോർമേഷൻ നോക്കി അതിനെ 7 ഡ്വാർഫ് എന്ന് പറഞ്ഞ പേര് കൊടുത്തിട്ട് വേണ്ടല്ലോ. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവത്തിന് 1,11,000 ഇയേഴ്സ് പഴക്കമുണ്ടെന്നാണ് പറയണത്. എൻ്റെ അമ്മോ, ഒന്ന് തൊടട്ടെ. ഈസ്റ്റർ ആയതിനെ കൊണ്ട് തന്നെ എല്ലാം കണ്ടില്ലേ, ഒരു ഗെയിമിങ്ങിന് വേണ്ടി ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ ഈസ്റ്റർ ഒക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിള്ളേർക്ക് ഒരു മാപ്പ് കൊടുക്കും, എവിടെയൊക്കെ അത് സ്പോട്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ എഴുതി വെക്കണം. ഇതൊക്കെ നോക്കിയാൽ വെള്ളം ഇങ്ങനെ വീണ് ഒലിച്ചിറങ്ങി കെമിക്കലൊക്കെ ആയിട്ടുള്ള ഒരു ഫോർമേഷനാണ്. ശരിക്കും നമ്മൾ ജോർജിയയിൽ പോയപ്പം ഒരു പ്രോമിത്യസ് കേവ് എന്ന് പറഞ്ഞിട്ട് കുട്ടൈസിൽ പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇതേപോലെയൊക്കെ തന്നെ. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഡ്രീം കേവ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഫോർമേഷൻ ഉള്ളതുകൊണ്ടാണ് എന്തൊക്കെയോ ഭയങ്കര മൂല്യമുള്ളവരെന്തോ മിനറൽസാണ്, എനിക്ക് മനസ്സിലായില്ല, വായിച്ചിട്ട് പോയിട്ട് ഗൂഗിൾ ചെയ്യണം. അതുള്ളതുകൊണ്ടാണ് ഇതിൻ്റെ ഡ്രീം കേവ് എന്ന് പറയുന്നത്. അപ്പം ഇവിടം വരെയുള്ളൂ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ 2014 എ സെറ്റ് ഓഫ് ന്യൂ കേവ്സ് ഇവർ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒരു ഹിഡൻ കേവ് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ മൈനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, കുറേ വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ തിരിച്ചു പോട്ടാ. അത് കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങണേട്ടാ. അപ്പോൾ കുനിഞ്ഞ് നടക്കണം, തല്ലിടിക്കും. ഓക്കെ, നമ്മളിതിപ്പോൾ ഓപ്പൺ ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ പ്ലീസ് ക്ലോസ് ഡോർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓ, വെളിച്ചം കണ്ടു, സമാധാനമായി. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഡോറ് ക്ലോസ് ചെയ്തേക്കാം. ഓക്കെ, അപ്പം ഇതാണ് കേട്ടോ ഈ ഒരു കേവ്. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ബ്ലൂ ജോൺ എന്ന് പറഞ്ഞ സ്റ്റോണിന് വേണ്ടിയിട്ടാണ് മൈനിങ് ആരംഭിക്കുന്നത് മെയിനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ ഫുള്ള് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അടിപൊളി വ്യൂ ആണ്. ഒരു 1 ടൈം വിസിറ്റിനുള്ള ഒരു സ്ഥലം, കിഡിലൻ സ്ഥലം. എന്താ വ്യൂ നോക്കി ഞങ്ങൾ. ഈ കേവിൻ്റെ ഉള്ളിലേക്ക് വരാൻ വേണ്ടി മാത്രമാണ് ഈ 16 പൗണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരാൾക്ക്. അപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ ഉള്ളിൽ കയറാണ്ട് ഇതിന് ചുറ്റും ഇങ്ങനെ ഹൈക്ക് ചെയ്തൊക്കെ വരുന്നുണ്ട്. കണ്ടില്ലേ, ആൾക്കാർ ഇങ്ങനെ ഹൈക്ക് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മളിനി താഴേക്ക് ഇറങ്ങണം. അതാണ് വിസിറ്റേഴ്സ് എൻട്രൻസ്. അവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. ഒരുപാട് കാരവാനൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ഒരു ക്യാമ്പിംഗ് ഗ്രൗണ്ടാണ്. അതെ, ആൾക്കാർ അവിടെ നിന്നിട്ട് ഫുള്ള് ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട. ഈ കാണുന്നതാണ് ഈ ഒരു മൗണ്ടൻ. ഇത്രയും വലിയൊരു മലയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഈ കേവ് ഫോർമേഷൻ. ഈ ചെറിയൊരു എൻട്രൻസിൽ കൂടിയാണ് നമ്മളിപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് കണ്ട. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു സ്റ്റോണിന് വേണ്ടി പണ്ട് ആൾക്കാർ ഈ ഒരു കേവ് കണ്ടുപിടിച്ച് കയറൊക്കെ ഇട്ട് ഇറങ്ങി 1926 കയറൊക്കെ ഇട്ട് ഇറങ്ങി കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതിൻ്റെ ഈ മലയുടെ മുകളിലേക്ക് പോകേണ്ടവർക്ക് ഇതിൽ നേരെ ഹൈക്ക് ചെയ്ത് പോകാം. ഒത്തിരി നടക്കാനുണ്ട്. എന്തായാലും അവിടേക്ക് പോകണില്ല. ഇപ്പം ഇവിടെ നിന്ന് തിരിച്ച് ഇറങ്ങുകയാണ്.
കുറേ ഇറങ്ങാനുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെ വിനാറ്റ്സ് പാസ് എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി ഡ്രൈവ് വേ ഉണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ട് പോകുന്ന പരിപാടിയാണ്. അപ്പോൾ ഈ ഒരു വിസിറ്റേഴ്സ് സെൻറ്ററിൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ ഡ്രൈവ് ഉള്ളൂ അവിടേക്ക്. അത്യാവശ്യം ഇറങ്ങാനുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും കയറിയെന്ന് പറഞ്ഞ കൊണ്ട് തന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് 4 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുന്ന എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ നേരെ ഇങ്ങോട്ട് വന്നത്. ഇതിലൊക്കെ ആൾക്കാർ ഹൈക്ക് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ മുകളിലേക്ക്. അപ്പോൾ നമുക്ക് നേരത്തെ കണ്ട ആ വഴി കൂടെയും പോവാം, ഇതിൽ കൂടെയും പോവാം. ഏകദേശം നമ്മൾ അടിയിലെത്തി. ഈ വിനാറ്റ്സ് പാസ് പീക്ക് ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും ഭംഗിയുള്ള റോഡുകളിലൊന്നാണ്. അപ്പം പീക്ക് ഡിസ്ട്രിക്റ്റിൽ പോകുന്ന എല്ലാവരും ഈ ഇതിലേക്കൂടെ വണ്ടി ഓടിച്ച് പോകാറുണ്ട്. 2 മലനിരകൾക്കിടയിലൂടെ മനോഹരമായിട്ടുള്ള റോഡ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.